മെയിൻ റീസൺ ഞാൻ കണ്ട എന്നറിയാമോ, നമ്മുടെ ആളുകൾ ഒരു ജോലി ഇപ്പോൾ റെസ്റ്റ് ഹോമിൽ നിന്ന് അവർക്ക് ഒരു റെസ്റ്റ് ഹോമിൽ അവർക്ക് ഒരു ജോലി കിട്ടും. അവർ അതിൻ്റെ ജോബ് ടോക്കണും വാങ്ങിച്ച് വെച്ചിട്ട് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ജോബ് ടോക്കണും വാങ്ങിച്ച് വെച്ചിട്ട് അവരത് അപ്ലൈ ചെയ്തില്ല. ഐ ബി ലുക്കിംഗ് ഫോർ എ DHP ജോബ്. ചിലപ്പോൾ ആ DHP ജോബ് 2 മാസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. ഒരു നേഴ്സ് വന്നിട്ട് ആ നേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവർ ചെയ്യും. അവരൊരു DHPയിൽ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് ചാടുവാണ്, അത് ചെയ്യുവാണ്, ഇത് ചെയ്യുവാണ്. ആ സിസ്റ്റം മൊത്തം അവർ എന്നാ പറയുന്നത്, യൂട്ടിലൈസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവർ ഓർക്കും എൻ്റെ കാര്യം കഴിഞ്ഞു. പക്ഷേ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ്റെ റിസൾട്ട്സ് വാങ്ങിക്കുന്ന ആരാന്ന് വെച്ചാൽ പുറകിൽ വരുന്ന നഴ്സുമാരാണ്. ഇവർ അവരുടെ കാര്യം മാത്രം വെരി വെരി എക്സ്ട്രീംലി സെൽഫ് സെൻറ്റേർഡ്. പിന്നെ പുള്ളിക്കാരി അവിടെ പോയി കരഞ്ഞ് വിളിച്ച് പറഞ്ഞു, ഞാൻ 1 ഇയർ ഡെഫിനറ്റ് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അവസാനം നേഴ്സ് മാനേജറെ ജോലി കൊടുത്തു. നേഴ്സ് മാനേജർ ജോലി കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റേ അവരുടെ HR ടീം വന്ന് പറ്റില്ലെന്ന് പറഞ്ഞു. കാര്യം എന്നാ, ഇന്ത്യൻ ഉറപ്പായിട്ട് ചാടിപ്പോ. ഇവരൊക്കെ ഇപ്പം പറയും ഒന്നും അവർ ചാടിപ്പോ. വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട് വെൻ കമ്പയർ ടു ദ കോവിഡ് പീരീഡിലുള്ളതിനെ ബേസ് ചെയ്ത് ഇവിടെ വേക്കൻസി കുറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഉണ്ട് 15 ഇയേഴ്സ് എനിക്ക് പീഡിയാട്രിക്സിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പീഡിയാട്രിക്കിൽ എനിക്ക് 3 സ്ഥലത്ത് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. 3 സ്ഥലത്ത് തന്നെ ഡിക്ലൈൻ ചെയ്തു. ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എംപ്ലോയർ ഡസൻ നോ മീ. എന്നെ എങ്ങനെയാണ് അറിയുന്നത്? എൻ്റെ CV വെച്ച് എൻ്റെ കവറിംഗ് ലെറ്റർ വെച്ചല്ല എന്നെ അറിയുന്നത്. അപ്പം അത് തന്നെ തെറ്റാണെങ്കിൽ പിന്നെ എങ്ങനെ ജോലി കിട്ടും? ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഓൺലി പ്ലേസ് ക്ലബിംഗ് അലോ ചെയ്ത് രജിസ്ട്രേഷന് അലോ ചെയ്യുന്നത് ന്യൂസിലൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ന്യൂസിലൻഡിൽ അവേർലി ഒരു നേഴ്സിന് സ്റ്റെപ്പ് 7 ഉള്ള ഒരാൾക്ക് കിട്ടുന്നത് 51 സംതിങ് ആണ് കിട്ടുന്നത്. അത് ഇപ്പൊ അതുകൊണ്ട് തന്നെ നേഴ്സുമാർ ഇപ്പൊ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുന്ന എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കാർഡ് അടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി നിർത്തി. എല്ലാവരും എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്നാ വേക്കൻസി കണ്ടാലും ഉടനെ അങ്ങ് അപ്ലൈ ചെയ്യും. പലരും എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അത് യെസ് യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് അതിനകത്ത് ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കും APC ഉണ്ടോ എന്ന് നോക്കും. ഹലോ, സാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൂടെ കണ്ട് മടുത്ത ഒരു ടോപ്പിക്കുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ന്യൂസിലൻഡിൽ നഴ്സിന് വേക്കൻസി ഒന്നുമില്ല, എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതായത് OET ഒക്കെ പാസ്സായി ഇനി എങ്ങോട്ട് എന്ന് ആലോചിക്കുന്നവരുടെ മനസ്സിൽ ഉള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ന്യൂസിലൻഡിൽ വേക്കൻസീസ് ഒന്നും ഇല്ല, ഇപ്പോൾ വന്നിട്ട് ഒരുപാട് പേര് ജോലിയൊക്കെ കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബിക്കോസ് നമ്മളത് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ജോലി കിട്ടാൻ താമസിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്കത് തരണം ചെയ്യാൻ പറ്റും, എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ടോപ്പിക്ക് രാജേഷ് സാറുമായിട്ട് നടത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത്. അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് രണ്ടും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം അത് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും. മോർണിംഗ് ചേട്ടായി. ഗുഡ് മോർണിംഗ് ജോസ്. ഗുഡ് മോർണിംഗ് ലോണിയ. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് ആൾക്കാർ നമ്മളോട് നമ്മുടെ ഇമെയിലിലും നമ്മുടെ ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് സെക്ഷനിലും വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ ജോബ് വേക്കൻസീസിനെ കുറിച്ച് നിങ്ങളൊരു വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എല്ലാ ടോപ്പിക്കിലും നിങ്ങൾ വന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതുകൊണ്ട് ഇതിലെന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട്, അപ്പൊ അത് ഒന്നാമത്തെ കാര്യം വളരെ സെൻസിറ്റീവ് ആയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളത് മാറ്റി നിർത്തിയിരുന്നത്. കാര്യം നമ്മൾ വന്നൊന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ആർട്ടിലോ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജോബ് വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് പലർക്കും അതൊരു എന്താ പറയാ, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ അവർ വന്ന് പറയാനായിട്ട്, എതിർത്ത് പറയാനായിട്ട് ഒരു കാരണമാകണ്ട എന്ന് കരുതിയാണ് നമ്മളത് മാറിയത്. പക്ഷെ പലരും ഇത് പറയുന്നത് നിങ്ങളൊരു വീഡിയോ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ പുറത്താണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ചേട്ടാക്കി തന്നെ അറിയാം, ഇപ്പം നേരത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് ന്യൂസിലൻഡിൽ ഇപ്പൊ വേക്കൻസീസ് വളരെ കുറവാണ്, ആരും ഇങ്ങോട്ട് വരണ്ട, പ്രോസസ്സിങ് ചെയ്യണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആർട്ടിലോ ആയിട്ട് പുതിയ കാൻഡിഡേറ്റ്സ് ഇപ്പം ജോയിൻ ചെയ്യുന്നുണ്ടോ? അതായത് ആർട്ടിലോക്ക് ഇപ്പോഴും കാൻഡിഡേറ്റ്സ് വരുന്നുണ്ടോ? ന്യൂസിലൻഡ് ആൾക്കാർ ഇപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടോ? ന്യൂസിലൻഡ് ഇപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ ചോദ്യം. ഡെഫിനറ്റ്ലി ഇപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ട്. യെസ്, ആ നമ്പേഴ്സ് അത്രയും ഇല്ല, പണ്ട് ഉള്ള റഷ് ഇപ്പോൾ ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ ചൂസിങ് ന്യൂസിലൻഡ്. ഈ ഒരു ജനറൽ ഗ്ലോബൽ ഒരു പ്രോസ്പെക്റ്റീവ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ യു കെയിലെ നഴ്സുമാർക്ക് അവിടെ നിൽക്കാൻ, അവിടെ ഉള്ള നഴ്സുമാർക്ക് തന്നെ അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് അല്ലേ. കാനഡയിൽ
അറിയാമല്ലോ കാനഡ ഓൾ ദ കോൺട്രവേഴ്സീസ്, കുറേ പേര് അവിടെ പോകുന്നുണ്ട്, അയർലൻഡ്, ഇങ്ങനെ സ്കോട്ട്ലൻഡ്, ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ പോയാലും എല്ലാവരും ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് ഇപ്പോൾ കാണുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആണ്. ഓസ്ട്രേലിയ നമ്പർ 1, നമ്പർ 2 ന്യൂസിലൻഡ്. പക്ഷേ യെസ്, ആ പുതിയ ചേഞ്ചസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇൻടേക്ക് ഓഫ് നഴ്സസ്, നമ്മളിവിടെ സൈനപ്പ് ചെയ്യുന്ന നഴ്സസിൻ്റെ ഇത് നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അത് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ആർ സ്കെയർ ഓഫ് ദ അൺനോൺ. ഇത് എന്നെന്ന് അറിഞ്ഞുകൂടാ. ആദ്യം കുറേ പേര് എക്സാം ഇരുന്നിട്ട് ദ ഡെയറിങ് ഫ്യൂ പീപ്പിൾ ആദ്യം പോയി എക്സാം എഴുതിയിരുന്ന് അവർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പിന്നെ ദ ന്യൂസ് വിൽ സ്പ്രെഡ് ആൻഡ് ദെൻ ആളുകൾ സൈനപ്പ് ചെയ്യാൻ തുടങ്ങും. ഒന്നത്. രണ്ടാമത്തത്, ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിറ്ററൻസ് ആയിട്ടാണ് വരുന്നത്. ഒത്തിരി പേര് നമ്മൾ വി ഗോ ത്രൂ ദ പ്രോസസ്, അത് എനിക്ക് ജോലി കിട്ടില്ലെങ്കിൽ എന്നെ ചെയ്യും, അൺസർട്ടനിറ്റി. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇവരെല്ലാവരും മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഇവിടെ വേക്കൻസീസ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ട് വേക്കൻസീസ് ഉണ്ട്. ഞാൻ സീക്കും അങ്ങനത്തെ കുറേ ഈ ജോബ് സൈറ്റ്സിലെല്ലാം കയറി നോക്കിയായിരുന്നു. അവിടെ എല്ലാം ദർ ആർ നഴ്സിംഗ് ജോബ്സ് അവൈലബിൾ. പക്ഷേ നോട്ട് ടു ദ എക്സ്റ്റെൻറ്റ് വാട്ട് ഈ കോവിഡിൻ്റെ സമയത്ത്, ഡ്യൂറിങ് ദ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് ആ ഒരു സമയത്ത് ഉള്ള പോലെ ജോബ് വേക്കൻസീസ് ഇപ്പോൾ ഇല്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോവിഡ് സമയത്ത് എവറിബഡി വാസ് പ്രിപ്പയറിംഗ് ഫോർ ദ വേസ്റ്റ്. മനസ്സിലായി, ഇവിടുത്തെ സായിപ്പിൻ്റെ ഭാഷ പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ആർമിഗെഡൻ. ലോകാവസാനത്തിനായിട്ട് ഇവരെല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ എന്നെ ചെയ്തു, ദേ വർ ടേക്കിംഗ് മോർ സ്റ്റാഫ്. ഇപ്പം പെട്ടെന്ന് ഒത്തിരി പേര് കോവിഡ് വന്നു കഴിഞ്ഞാൽ അവർ ഔട്ട് ഓഫ് ആക്ഷൻ ആയാൽ പേഷ്യൻസ് നോക്കാൻ ആൾ വേണം, അങ്ങനെ പറഞ്ഞ് അവർ ഒത്തിരി മോർ ഇൻടേക്സ്. അപ്പോൾ പിന്നെ ആ സമയത്ത് അവർ ദേ കുഡൻറ്റ് ചൂസ് ഓൺ ദ ക്വാളിറ്റി. ആര് വന്നാലും ജോലി കൊടുക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു. അതിപ്പം മാറി. കോവിഡ് കംപ്ലീറ്റ് ഇപ്പോൾ കോവിഡ് ഇപ്പോഴും ഉണ്ട്. കോവിഡ് ഇസ് ജസ്റ്റ് ബിക്കം നത്തിങ് ലൈക്ക് ഒരു ഫ്ലൂ പോലെ അങ്ങ് മാറിപ്പോയി ഇപ്പോൾ കോവിഡ്. ജസ്റ്റ് വെരി സിമ്പിൾ. എല്ലാവർക്കും എന്നെ 2 ദിവസം കാണാത്ത എനിക്ക് കോവിഡ് ആയിരുന്നു, 3-ാം ദിവസം തിരിച്ചാവും ഹിൽ ബി ബാക്ക് ഇൻ ഓഫീസ്, അതുപോലെ ആയി. അപ്പം അതിൻ്റെ എല്ലാം ഒരു ഇത് എപ്പോഴും ഒരു ഇതല്ല, ഇഫ് യു ഗോ അപ്പ് ഇറ്റ് ഹാസ് ടു കം ഡൗൺ. അപ്പോൾ ആ ഒരു ഫേസ് ആണ് ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ സെൻസ് വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട് വെൻ കമ്പയർഡ് ടു ദ കോവിഡ് പീരീഡിലുള്ളതിനെ ബേസ് ചെയ്ത് ഇവിടെ വേക്കൻസി കുറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് കമ്മിങ് ഡൗൺ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്രീ കോവിഡ് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എവറിത്തിങ് ഇസ് സ്റ്റെബിലൈസ്ഡ് എല്ലാം. മനസ്സിലായോ? സോ നൗ എംപ്ലോയേഴ്സ് ആർ ഗോയിങ് ടു ഗെറ്റ് മോർ ചൂസിയർ, മോർ പിക്കിയർ. അതെല്ലാം അവർ ഇനി കൂടുതൽ നോക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പീഡിയാട്രിക് വാർഡ് ബെസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ചുമ്മാ പെട്ടെന്ന് ഓർത്ത്, പീഡിയാട്രിക് വാർഡിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും അപ്ലൈ ചെയ്യും. അതിനകത്ത് പീഡിയാട്രിക്സിൽ എക്സ്പീരിയൻസേ ഇല്ലാത്ത ആളുകളായിരിക്കും, എല്ലാവരും കയറി അപ്ലൈ ചെയ്യും. അപ്പോൾ അവരെന്നാ ചെയ്യും, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദീസ് പീപ്പിൾ ക്യാൻ ചൂസ്, അല്ല മാനേജേഴ്സ് വിൽ ചൂസ്. അപ്പോൾ നോക്കുമ്പോൾ ആർക്കാ പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഉള്ള അവരെയാണ് എടുക്കുന്നത്, മറ്റവർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഉടനെ ആ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരെന്നെ പറയുന്ന ഉടനെ പറഞ്ഞ ജോലി കിട്ടാത്തവർ ഉടനെ പറയുന്നത് അതല്ല, അവർ വേക്കൻസി ഇല്ല. ഇപ്പം ദെർ വാസ് എ വേക്കൻസി, സംബഡി ഫിൽഡ് ഇറ്റ് അപ്പ്, അല്ലേ? സംബഡി നല്ല എക്സ്പീരിയൻസ് ഉള്ള, റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളത് ഫില്ലപ്പ് ചെയ്തു. അതേ സമയത്ത് എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് പീഡിയാട്രിക്സിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 15 years എനിക്ക് പീഡിയാട്രിക്സിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പീഡിയാട്രിക്കിൽ എനിക്ക് 3 സ്ഥലത്ത് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു, 3 സ്ഥലത്ത് തന്നെ ഡിക്ലൈൻ ചെയ്തു എന്ന് പറഞ്ഞു. I was quite surprised. 15 വർഷം എക്സ്പീരിയൻസ് പീഡിയാട്രിക്കിൽ, പിന്നെ പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും വിളിച്ചില്ലെന്നാണ്. അപ്പം ഞാൻ ആ പർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെ CV-യും കവറിംഗ് ലെറ്ററും ഒന്ന് തരാൻ പറഞ്ഞു. അത് എടുത്ത് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ആ കവറിംഗ് ലെറ്ററിലും CV-യിലും എവിടെയുമേ അത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല ദറ്റ് പേഴ്സൺ ഇസ് ഗോട്ട് 15 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ പീഡിയാട്രിക്സ് എന്ന് എവിടെയുമേ പറയുന്നില്ല. നത്തിങ് ഇസ് ക്ലിയർ, എവറിത്തിങ് ഇസ് വേഗ്. അപ്പോൾ ഈ വായിക്കുന്ന ആളെ CV ആൻഡ് കവറിംഗ് ലെറ്റർ, ഇപ്പോൾ ഒരു 50 പേര് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എംപ്ലോയർ ഡസൻ നോ മീ. എന്നെ എങ്ങനെയാണ് അറിയുന്നത്? എൻ്റെ CV വെച്ചോ എൻ്റെ കവറിംഗ് ലെറ്റർ വെച്ചല്ല എന്നെ അറിയുന്നത്. അപ്പം അത് തന്നെ തെറ്റാണെങ്കിൽ പിന്നെ എങ്ങനെ ജോലി കിട്ടും? മനസ്സിലായി? പിന്നെ നമ്മളത് ഫൈൻ ട്യൂൺ ചെയ്ത് അവരുടെ CV മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ ക്ലയൻറ്റിന് ഉടനെ ജോലിയും കിട്ടി. സാർ, അപ്പം ഞാൻ ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ന്യൂസിലാൻഡ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട്, അതായത് OET അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇപ്പോഴും ന്യൂസിലാൻഡ് വെക്കാനുള്ള റീസൺസ് എന്തായിരിക്കും എന്നാണ് ചേട്ടായുടെ ഒരു കാഴ്ചപ്പാട്?
ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഓൺലി പ്ലേസ് ക്ലബിംഗ് അലോ ചെയ്ത് രജിസ്ട്രേഷന് അലോ ചെയ്യുന്നത് ന്യൂസിലൻഡ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല 2 സ്കോർ ഉണ്ടെങ്കിൽ 2 മൊഡ്യൂളിൽ നിങ്ങൾക്ക് ബി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിയും ഒരു C+ ഇൻ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ വേറെ ഒരു സ്ഥലത്തും അവരത് അലോ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ മെയിൻ അട്രാക്ഷൻ. പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ പലരും ന്യൂസിലൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാ ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ബോട്ട് ടു ഗോ ടു ഓസ്ട്രേലിയ. അപ്പൊ അതും ഒരു ഓൾസോ എ റീസൺ ദേ. അപ്പൊ അത് കാരണം അതാണ് വൺ ഓഫ് ദ തിങ്സ്. പിന്നെ പ്ലസ് മറ്റേ കൺട്രീസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ അത് മാത്രമല്ല ജോസെ, അട്രാക്റ്റീവ് സാലറി ഇപ്പോൾ എത്രയാ $52-53 per hour അല്ലേ ഇപ്പൊ കിട്ടുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു നഴ്സിന്. അത് ഒരു ക്വസ്റ്റൻ കൂടി അതിനകത്ത് ആഡ് ചെയ്യുവാണ്. ഇപ്പൊ നമ്മൾ ന്യൂസിലൻഡിന്റെ കാര്യം പറഞ്ഞു, എല്ലാവരുടെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ ന്യൂസിലൻഡ് അല്ല, മിക്കവാറും ചൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം സാലറിയുടെ ഹൈക്കും പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഇപ്പം ന്യൂസിലൻഡിൽ അവേർലി ഒരു നേഴ്സിന് സ്റ്റെപ്പ് 7 ഉള്ള ഒരാൾക്ക് കിട്ടുന്നത് 51 സംതിങ് ആണ് കിട്ടുന്നത്. അത് ഇപ്പൊ അതുകൊണ്ട് തന്നെ നേഴ്സുമാർ ഇപ്പൊ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുന്നതിന് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? അതും ഒരു കാരണമാണോ നമുക്ക് ഈ ജോബിന്റെ ഇപ്പം ഇത് വരുന്നതിന്? അതോ ഇപ്പോഴും മൂവിങ് നേരത്തെ പോലെ തന്നെ ഓസ്ട്രേലിയയിലോട്ടുണ്ടോ? ഉണ്ട്, മൂവിങ് ഉണ്ട്. പക്ഷെ ഓസ്ട്രേലിയയിലും കാര്യങ്ങൾ ടൈറ്റൻ അപ്പ് ആണ്, അവിടെയും കാര്യങ്ങൾ ടൈറ്റനിങ് അപ്പ്. മനസ്സിലായോ? സോ മൂവ്മെന്റ്സ് ഇപ്പോഴും ഉണ്ട്, ബട്ട് നോട്ട് ടു ദ ലെവൽ, പണ്ടുള്ള പോലെ ലെവൽ ഇല്ല. പ്ലസ് ഇവിടുത്തെ ഇത് കൂട്ടിയ സാലറി കൂട്ടിയത് വൺ റീസൺ. ഇപ്പം ബാക്ക് ടു നമ്മുടെ ജോബ്, ന്യൂസിലൻഡിൽ ഇപ്പം ഒരുപാട് പേര് നമ്മുടെ ആർട്ടിലോ ത്രൂ വന്നിരിക്കുന്ന ആൾക്കാരും കുറെ പേര് ഇതുപോലെ ജോലി കിട്ടാതെ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെ, എന്ത് ചെയ്യണം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അഡ്വൈസ് സാറിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ കൊടുക്കുക? മീൻസ് എന്തായിരിക്കും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം അവര്? അതായത് ജോബ് കിട്ടാനായിട്ട് ഇപ്പൊ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 2 to 3 months എടുത്താണ് പല ആൾക്കാർക്കും ജോബിലോട്ട് വർക്ക് വിസ ടോക്കൺ കിട്ടുന്നത്. അപ്പൊ അതിനുള്ള പല റീസൺസും ഉണ്ട്. അപ്പൊ ആ റീസൺസും എന്തൊക്കെയായിരിക്കാം ഇവർക്ക് ഈ സമയങ്ങളിൽ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ വന്ന് ക്യാപ്പ് ചെയ്യുമ്പോൾ ഫോക്കസ് ഓൺ ക്യാപ്പ്, ട്രൈ ടു ഡു ഇറ്റ് പ്രോപ്പർലി, കം ഔട്ട് ഓഫ് നല്ലതായിട്ട് പാസ്, തട്ടിമുട്ടി പാസ്സാകാതെ നന്നായിട്ട് പാസ്സാവുന്ന വഴി നോക്ക്. അതിന് ബേസിക് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സ്കിൽസ് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. മനസ്സിലായി? അത് ഒരു മേക്ക് ഇറ്റ് എ പോയിന്റ്. ഇംഗ്ലീഷ് തന്നെ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കുവാണ്. ഈ ജസ്റ്റ് ഈ മലയാളി കമ്മ്യൂണിറ്റിയിൽ മാത്രം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് ഫ്രം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻസ് ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ ആണെങ്കിൽ അവർ ജസ്റ്റ് ഹിന്ദി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി കൂടെ മാത്രം നിൽക്കാതെ, അല്ലെങ്കിൽ തമിഴാണെങ്കിൽ തമിഴ് കമ്മ്യൂണിറ്റി മാത്രം നിൽക്കാതെ വെളിയിൽ ചെന്നിട്ട് ട്രൈ ടു ഇൻറ്റഗ്രേറ്റ് ഇൻ ടു ദ സൊസൈറ്റി. കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ലൈബ്രറി പോവുക, ഇവിടെ ലൈബ്രറി ഒക്കെ ഫ്രീ ആണ്, അപ്പോൾ കുറേ ബുക്കുകൾ വായിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഒന്ന് ഡെവലപ്പ് ആവും. സോ ഫസ്റ്റ് തിങ് ഇസ് ഡു യുവർ ക്യാപ്പ് പ്രോപ്പർലി, ട്രൈ ടു ഡെവലപ്പ് യുവർ ഇംഗ്ലീഷ്. ഒന്നത്. രണ്ടാമത്തത്, ഈ കാർഡ് അടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി നിർത്തും. എല്ലാവരും എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്നാ വേക്കൻസി കണ്ടാലും ഉടനെ അങ്ങ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവർക്ക് അതിനകത്ത് എക്സ്പീരിയൻസേ കാണത്തില്ല. അപ്പോൾ അത് ഡിക്ലൈൻ വരുമ്പോഴത്തേക്കും കണ്ടില്ല എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഫോക്കസ് മോർ ഓൺ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഏരിയാസ്. ചിലർ കാണും ഇപ്പം 3 വർഷം സർജിക്കൽ എക്സ്പീരിയൻസ് ആണ്, ഒരു 2 വർഷം പീഡിയാട്രിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവർ 2 സ്ഥലത്തും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ചെയ്യാം. പക്ഷെ അവരുടെ കവറിംഗ് ലെറ്റർ ഷുഡ് റിഫ്ലക്ട് അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കൊരു ചാൻസ് ഇടാണെങ്കിൽ ഐ ക്യാൻ പോളിഷ് മൈ ഓൾഡ് സ്കിൽസ് ആൻഡ് ഐ ബി കമ്മിറ്റഡ് എന്നൊക്കെ. അങ്ങനെയൊക്കെ നമുക്ക് ആ കവറിംഗ് ലെറ്ററിൽ നമുക്ക് അതൊക്കെ കവർ ചെയ്യണം. ഒന്നത്. അല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തേ എന്നെ അറിഞ്ഞുകൂടാ, നിങ്ങൾ മെന്റൽ ഹെൽത്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അത് ഒന്ന്. സോ മേക്ക് ഷുവർ ദാറ്റ് ഫോക്കസ് ഓൺ അപ്ലൈയിങ് ഫോർ ജോബ്സ് which you have relevant skills and qualifications. Excuse me. ഒന്നത്. രണ്ടാമത്തത്, ഈ APC ഇപ്പോൾ പലരും എന്നെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അത് യെസ് യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് അതിനകത്ത് ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കും APC ഉണ്ടോ എന്ന് നോക്കും. APC ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരത് they won't entertain it. സോ അത് ഒരു ചിക്കൻ ആൻഡ് എഗ് സ്റ്റോറിയാണ്. അപ്പം ഞാൻ APC കിട്ടുന്ന വരയ്ക്കും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും ഡിലേ വരുന്നു. ആ ഡിലേ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് APC ഇല്ലെന്ന് പറഞ്ഞ് അവർ ഡിക്ലൈൻ ചെയ്യും. സോ അത് നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് ലൈക്ക് വി നീഡ് ടു weigh your options and
പ്ലേ ഓൺ ദാറ്റ്. ഒന്നത് APC കിട്ടാനായിട്ട് ഇപ്പൊ ഡിലേ ഉണ്ട്. കാര്യം ഞങ്ങളൊക്കെ ഡിലേ ഉണ്ട്. ഈ സമയത്ത് 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടുന്നത്, 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടുന്നത് ഇപ്പൊ അത് 6 വീക്സ് എടുത്താണ് കിട്ടുന്നത്. എക്സാക്ട് മാറിയിട്ടുണ്ട്. അതെ, അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വേ യുവർ ഓപ്ഷൻസ്. അപ്പൊ അതും നമുക്ക് കവറിംഗ് ലെറ്ററിൽ എഴുതാം. ഞാൻ APC അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. I'm expecting to have it within the next 2 weeks. I've contacted Nursing Council and they've given me an update that I'll be getting in the next 2 weeks. എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതും അത് ഞാൻ പറഞ്ഞില്ല, കവറിംഗ് ലെറ്റേഴ്സ് again and again getting more crucial. പിന്നെ വേറൊരെണ്ണം യു ഹാവ് ടു ബി വെരി കെസി. ഞാൻ കുറച്ച് ഇപ്പോൾ എനിക്ക് ഐ ഗോട്ട് സോ ബിസി, എനിക്കത് പോകാൻ പറ്റുന്നില്ല മീറ്റിംഗ്, സോ ഐ സ്റ്റോപ്പ് ബീങ് എ മെമ്പർ. ദർ ഇസ് സംതിങ് കോൾഡ് എസ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ, BNI എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ കുറച്ച് കാലം ഐ വാസ് മെമ്പർ. അപ്പോൾ അതിനകത്ത് പല ബിസിനസ്സസ് വരും, പല ബിസിനസ്സിൽ നിന്നുള്ള ആളുകൾ വന്ന് വിൽ ജസ്റ്റ് ഫോം എ ഗ്രൂപ്പ് ആൻഡ് വിൽ ഡിസ്കസ് ഷെയർ ക്ലയൻസ് ബിറ്റ്വീൻ അസ് അതുപോലെ. അപ്പോൾ ആ BNIയിൽ ഞാൻ ഉള്ളപ്പോൾ അവിടെ ഒരു 2 ഇതുണ്ടായിരുന്നു, റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അകത്തുള്ള ആളുകളായിട്ട് ഞാനിങ്ങനെ ഐ ജസ്റ്റ് റീച്ച്ഡ് ഔട്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ നഴ്സസിന് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞതുപോലെ യെസ് വി സീ ദിസ് നഴ്സസിന് ഡെഫിനറ്റ്ലി ദർ ഇസ് എ വേക്കൻസീസ് ഹിയർ, ബട്ട് വേക്കൻസീസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൻഡ് ദാറ്റ് കോൺവെർസേഷൻ ലെഡ് ഇൻ ടു അതർ തിങ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു വാട്ട് നോർമലി എന്നെ ഈ ഒരു CV കിട്ടിക്കഴിയുമ്പോൾ, കവറിംഗ് ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ എംപ്ലോയർ അല്ല മാനേജർ എന്നാ നോക്കുന്നതെന്ന്. So one of the first things they do is നിങ്ങളെ ബേസ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ സെർച്ച് അവർ ചെയ്യും. മനസ്സിലായോ? നൗ ഇറ്റ് ഇസ് ബിക്കം ഒരു നോമാണ് ഇപ്പോൾ ന്യൂസിലാൻഡ് മാത്രമല്ല, ഞാൻ ഇന്ത്യയിലും ഒരു 2-3 HR കൺസൾട്ടൻസിൻ്റെ ഞാൻ സംസാരിച്ചായിരുന്നു. അവരും പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലും അത് ഇറ്റ്സ് എ നോം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി ഒരു സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ നിങ്ങൾ എന്നൊക്കെ പറയുന്നത്, എന്നൊക്കെ ചെയ്യുന്നത് ഓൾസോ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ യു ഗെറ്റിംഗ് എ ജോബ് ഓർ നോട്ട് ഗെറ്റിംഗ് എ ജോബ്. അത് ഞാൻ പലയിടത്തും പറഞ്ഞു, നോബഡി ഈസ് ടേക്കിംഗ് മീ സീരിയസ്ലി. മനസ്സിലായോ? ഇപ്പം എല്ലാവർക്കും കയ്യിൽ ഒരു TV ചാനലുണ്ട്. എല്ലാവരുടെയും കയ്യിലും എവ്രി വൺ ഇസ് ഗോട്ട് എ TV ചാനൽ. ആ TV ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ എന്നെ? യൂട്യൂബ് ആണോ? ഇതാണ് എൻ്റെ TV ചാനൽ. മനസ്സിലായോ? ഈ സാധനം ഉള്ള കാരണം ഞാൻ എന്നാ വേണേലും ചെയ്യാം. എനിക്ക് സങ്കടം വരുമ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ട് ഇടാം, പോസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് ആരും വരല്ലേ, ന്യൂസിലൻഡ് ഇസ് ഗോൺ വരല്ലേ എന്ന് പറഞ്ഞ് ഇടാം അല്ലേ. ഞാൻ ചിലപ്പോൾ അടിച്ച് ഫിറ്റായിട്ട് ന്യൂസിലൻഡ് തെറി പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ വല്ലവനെയും തെറി പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീഡം, അത് പറഞ്ഞാൽ വാട്ട് വി കോൾ ഇസ് റൈറ്റ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. പക്ഷേ ദറ്റ് ഇസ് ഓൾസോ എ ഡബിൾ എഡ്ജ് സോർഡ്. അവർ സെർച്ച് ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇതാണ് നോക്കുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ പോസ്റ്റിങ്സ് എല്ലാവരും നോക്കും. സോ ദാറ്റ് ഇസ് ഓൾസോ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ. സോ ദാറ്റ് ഇസ് another one point. നിങ്ങൾക്ക് ഈ ജോലി അപ്പം നിങ്ങൾ ബി കെയർഫുൾ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു സേ ആൻഡ് ഓൾ ദിസ് തിങ്സ്. നമ്മൾ എന്നാ പറഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക് ടു ബൈറ്റ് യു. പിന്നെ അഥവാ ഒരു ഇൻ്റർവ്യൂക്ക് വിളിക്കുവാണെങ്കിൽ, നമ്മൾ ഇൻ്റർവ്യൂ പോകുമ്പോൾ വി ഷുഡ് ബി വെരി പ്ലസൻറ്റ്. നമുക്ക് ടെൻസ്ഡ് ആയിരിക്കും, അതാണ് നമ്മൾ ഇങ്ങനെ പോലെ പ്ലസൻ്റ് ആയിട്ട് പോവാണ്. വേറെ നൈസ് ക്ലോത്തിങ്സ്, പ്ലീസ് പെർഫ്യൂംസ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ 10ൽ നമ്മുടെ നമുക്കൊരു പ്രോപ്പർട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവിടുത്തെ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ, Rajesh, please don't think that I'm being rude, but all you guys have a very funny smell. അതിന്റെ കാരണം എന്താണെന്ന് ജോസിന് അറിയാവോ? ജോസേ, നമ്മുടെ യൂസ് അത് മാത്രമല്ല ജോസേ, ഇവരെന്നെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കഥവെല്ലാം അടച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ദേഹത്തോട്ട് ആ സ്മെല്ല് കയറും. അപ്പം ആ സ്മെല്ലുമായിട്ട് നമ്മൾ പോകുമ്പോൾ അത് ഇവിടെ ഉള്ളവർക്ക് അത് ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സോ വി നീഡ് വെയർ നൈസ് പെർഫ്യൂംസ്. പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടുന്ന ഡ്രസ്സ് അത് വേറെ സെപ്പറേറ്റ് ഡ്രസ്സായിട്ട് വെച്ചിരിക്കണം. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഐ ബീൻ ലിവിങ് ദിസ് കൺട്രി ഫോർ സോ ലോങ്. പല ചെറിയ കാര്യങ്ങൾ, എവറിത്തിങ് ആഡ്സ് ഓൺ. മനസ്സിലായോ? സോ പ്ലസന്റ് ആയിട്ടിരിക്കണം, പ്രസന്റബിൾ ആയിട്ടിരിക്കണം, വേറെ നൈസ് ക്ലോത്തിങ്സ്. പിന്നെ നിങ്ങളുടെ എറ്റിക്കേറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സേ താങ്ക്സ്, സേ സോറി. അതേപോലെ ചോദ്യങ്ങൾ അറിയത്തില്ലെന്ന് പറയുക. ഓൾ ദോസ് ടൈപ്പ് ഓഫ് തിങ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കണം നമ്മൾ. അല്ലാതെ ചുമ്മാ ഒരു കാര്യമല്ല. കോവിഡ് സമയത്ത് ബിക്കോസ് അവർക്ക് വേറെ വഴിയില്ലാത്ത കാരണം അവർ ഒരു ഇൻ്റർവ്യൂ പോലും നടത്താതെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നു. ഈവൻ പീപ്പിൾ
ഇത് ക്യാപ്പ് ചെയ്യാത്തവർക്ക് പോലും അവർ കൊടുത്തോണ്ടിരുന്നു. അതായത് ഓവർസീസിൽ നിന്ന് ജോലിയായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ഒത്തിരി പേര് കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമുക്കറിയാം എത്ര പേരുണ്ടായിരുന്നു. സോ വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ഞാൻ നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവർ കമ്പയർ ചെയ്യുന്നത്. സോ ദൈവ് സെറ്റ് ദാറ്റ് ആസ് എ ബെഞ്ച് മാർക്ക്. പക്ഷെ അതല്ല ബെഞ്ച് മാർക്ക്. അത് ഒരു എന്നാ പറയുന്നത് ഗ്ലോബൽ പാൻഡമിക്കിൽ വന്ന ഒരു ബെഞ്ച് മാർക്ക്, അത് ഒരു സംഭവമായിരുന്നു അത്. ബട്ട് ദ ബെഞ്ച് മാർക്ക് ഇസ് പ്രീ കോവിഡ് ഈ കാര്യങ്ങളൊക്കെ വാസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വി ഗോയിങ് ബാക്ക് ടു ഇറ്റ്. മനസ്സിലായോ? ഇപ്പോഴും വേക്കൻസീസിന്റെ കാര്യം ഞാൻ എൻഎസ്എൻഒയുടെ ഒരു ഇത് വായിച്ചായിരുന്നു. അതിൻ്റെ അത് വായിച്ച സമയത്ത് അതിൻ്റെ അത് മെൻഷൻ ചെയ്യുന്നത് അവർക്ക് ഇപ്പോഴും ന്യൂസിലൻഡിൽ നേഴ്സുമാരുടെ വേക്കൻസീസ് 4000 മേളിലാണ് വേക്കൻസീസ് ഉള്ളത്. പക്ഷെ അത് ഇന്റർവ്യൂ പല ആൾക്കാരും പറയുന്നത് ഇന്റർവ്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂസ് കിട്ടാത്തതിന് എന്തെങ്കിലും റീസൺസ്, അതായത് സ്പെഷ്യലി ഞാനിപ്പോൾ ലാസ്റ്റത്തെ എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഞാൻ പ്ലേസിന്റെ പേരോ ഹോസ്പിറ്റലിന്റെ പേരോ പറഞ്ഞില്ല, അത് ആ DSB അകത്തുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് നമ്മുടെ ഇന്ത്യൻ നേഴ്സസിനെ, IQN നേഴ്സസിനെ അവർ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ഒക്കെ ആയി മീഡിയയും ഇതും എല്ലാം എടുത്ത് ആഘോഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അത് വലിയൊരു ഇതാണ്. ഇപ്പം ന്യൂസ് ആയിരുന്നു ന്യൂസിലൻഡിൽ തന്നെ. പല ആൾക്കാർ കാൻഡിഡേറ്റ്സിനെ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ന്യൂസിലൻഡിൽ ഇങ്ങനെ എന്തെങ്കിലും ആൾക്കാരെ ഇന്ത്യൻ നേഴ്സസിനെ വേണ്ട അല്ലെങ്കിൽ ചൂസ് ചെയ്യണ്ട എന്ന് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാതിരിക്കുന്നതിന് എന്തെങ്കിലും റീസൺസ് സാറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഔട്ട്റൈറ്റ് ആയിട്ട് ഒരു ബാൻ അവർ കൊണ്ടുവരാൻ പറ്റില്ല. ദേ വിൽ നോട്ട് ഡു. മനസ്സിലായോ? ദാറ്റ്സ് എ ബോട്ടം ലൈൻ. അങ്ങനെ ഒരു ബാൻ വരത്തേ ഇല്ല. IQNസിനെ എംപ്ലോയ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് കൺട്രി ഭയങ്കര പ്രശ്നത്തിലോട്ട് പോകും. മനസ്സിലായോ? ബിക്കോസ് അത്ര ഷോർട്ടേജ് ആണ്. ബിക്കോസ് അവർ പറയുന്ന 2030 by 2030 40 or 50% ഓഫ് ദ കറന്റ് വർക്ക് ഫോഴ്സ് വിൽ ഹാവ് ടു റിട്ടയർ. മനസ്സിലായോ? ഇനി 5 വർഷമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ഡമാന്ന് ഇത്രയും പേരെ എവിടുന്ന് കൊണ്ടുവരും? മനസ്സിലായോ? സോ ദാറ്റ് ഇസ് നോ. പക്ഷേ ദർ ആർ സം എന്നാ പറയുന്നത് സം റിസർവേഷൻസ് അഗെയിൻസ്റ്റ് ഇന്ത്യൻസ്. ഫിലിപ്പീനോസിനെ പറ്റി എനിക്ക് പറയാൻ പറ്റും. അഗെയിൻസ്റ്റ് ഇന്ത്യൻസ് ഐ കൻ സേ. അതിന് ഒരു മെയിൻ റീസൺ ഞാൻ കണ്ടത് എന്നറിയാമോ? നമ്മുടെ ആളുകൾ ഒരു ജോലി, ഇപ്പോൾ റെസ്റ്റ് ഹോമിൽ അവർക്കൊരു ജോലി കിട്ടും. അവർ അതിൻ്റെ ജോബ് ടോക്കൺ വാങ്ങിച്ച് വെച്ചിട്ട് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ജോബ് ടോക്കൺ വാങ്ങിച്ച് വെച്ചിട്ട് അവരത് അപ്ലൈ ചെയ്തില്ല. ഐ ബി ലുക്കിംഗ് ഫോർ എ DHB ജോബ്. ചിലപ്പോൾ ആ DHB ജോബ് 2 മാസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞ ഉടനെ അവർ ആ ടോക്കൺ യൂസ് ചെയ്ത് DHBയിൽ ജോലിക്ക് കയറും. അതേസമയത്ത് ഈ റെസ്റ്റ് ഹോമിലുള്ളവർ ഇപ്പോൾ വരും, നാളെ കഴിഞ്ഞ് വരും പറഞ്ഞ് റോസ്റ്ററും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ അടുത്ത് പോയി സത്യം പറയത്തുമില്ല. എന്നിട്ട് അവർ വിളിച്ച് ചോദിക്കുമ്പോൾ ആ വീസ ഫയൽ, വീസ ഇസ് അണ്ടർ പ്രോസസ് എന്ന് പറയും. മനസ്സിലായോ? ഫൈനലി ദേ വിൽ കം ടു നോ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഡു യു തിങ്ക് ദാറ്റ് ഐ വിൽ എന്റർടൈൻ എനി മോർ ഇന്ത്യൻസ്? അങ്ങനെ ചെയ്യുമ്പോഴും ആ വേക്കൻസിയിലോട്ട് ആൾക്കാർക്ക് ഇന്റർവ്യൂ കിട്ടാതെ വരുവാണ്. ഒരു ഓപ്പർച്യൂണിറ്റീസ് വേറെ ആൾക്കാരുടെ നഷ്ടപ്പെടുകയാണ്. വേറെ ആൾക്ക് നഷ്ടപ്പെടുവാണ്. പിന്നെ വേറെ ഒന്നുണ്ട്. ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ 1 മാസം കഴിയുമ്പോഴത്തേക്കും വേറെ അടുത്ത് ഒരു 10 സെൻസ് കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും ഇത് ജോലി ഇട്ടിട്ട് അങ്ങോട്ട് ചാടുക. അത് റെസ്റ്റ് ഹോമിൽ നിന്നായിരിക്കാം DSPസിലോട്ടായിരിക്കാം പോകുന്നത് മോസ്റ്റ് പ്രോബബ്ലി. അത് മോസ്റ്റ് പ്രോബ്ലി. അല്ലെങ്കിൽ DSP തന്നെ ഇന്റേണൽ ആയിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആ മെറ്റോ വാർഡിൽ ഒരു 10 സെൻസ് അല്ല 20 സെൻസ് എക്സ്ട്രാ കിട്ടുന്ന പറഞ്ഞാൽ അങ്ങോട്ട് ചാടുവാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർക്കണം. DHBയും റെസ്റ്റ് ഹോംസ് ആർ നോട്ട് 2 ഡിഫറെന്റ് തിങ്. ഇതെല്ലാം വൺ ആൻഡ് ഓൾ, ഒന്നിനകത്ത് ഒന്നാണ് ഇതെല്ലാം. മനസ്സിലായോ? DHBനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് റെസ്റ്റ് ഹോംസ്. റെസ്റ്റ് ഹോംസ് ഇല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് എല്ലാവരും DHBയിലോട്ടല്ലേ പോകണ്ടേ? DHB താങ്ങത്തില്ല. സോ അതിനായിട്ടാണ് ഈ റെസ്റ്റ് ഹോംസ് തന്നെ ഉള്ളത്. സോ ദേ ആർ കൈൻഡ് ഓഫ് ഹാൻഡ് ഇൻ ഗ്ലൗ. ഇവർ രണ്ടുപേരും ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റെസ്റ്റ് ഹോമിൽ നിന്ന് ചാടി പോയി കഴിഞ്ഞാൽ DHB പോയി കയറുവാണെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ നഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ദേ ഹാവ് ജനറലായിട്ട് ദേ ഹാവ് മീറ്റിംഗ്സ്. ഇവർക്ക് ഇതൊന്നും അറിയുന്നില്ല. ദേ ഹാവ് റെഗുലർ മീറ്റിംഗ്സ്. ഈ DHBs ആ ഏരിയയിൽ ഇപ്പോൾ ടാഗോ ആണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഡനീരിയൻ DHB ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ റെസ്റ്റ് ഹോംസ് ആയിട്ട് ദേ ഹാവ് റെഗുലർ മീറ്റിംഗ്സ്. ദേ നോ എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ്. ആര് എവിടെ നിന്ന് എങ്ങനെ ചാടുന്നു എന്നുള്ളതെല്ലാം ഇവർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ അല്ലെന്ന്. വി ഡോണ്ട് ഹാവ്, ന്യൂസിലൻഡ്സ് പോപ്പുലേഷൻ ഇസ് നോട്ട് 1.4 billion where people can just ഇങ്ങനെ fall through the cracks. അത് അങ്ങനെ ഇന്ത്യയിൽ ഇവിടെ നടക്കത്തില്ല. ഇവിടെ ആകെ 5 million ഉള്ളൂ. And we have very super good systems in place to track everything. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണമാണ് നമ്മൾ വി ആർ ബ്രിങ്ങിങ് ഇറ്റ് അപ്പോൺ അവർ സെൽസ്. ഇപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട്
ആ നേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവർ ചെയ്യും. അവരൊരു DHPയിൽ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് ചാടുവാണ്, അത് ചെയ്യുവാണ്, ഇത് ചെയ്യുവാണ്. ആ സിസ്റ്റം മൊത്തം അവർ എന്നാ പറയുന്നത്, യൂട്ടിലൈസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവർ ഓർക്കും എൻ്റെ കാര്യം കഴിഞ്ഞു. പക്ഷെ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ്റെ റിസൾട്ട്സ് വാങ്ങിക്കുന്ന ആരാന്ന് വെച്ചാൽ പുറകിൽ വരുന്ന നഴ്സുമാരാണ്. അതെ, ഒരാൾ ഇപ്പൊ ഒരു ജോബ് ടോക്കൺ യൂസ് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്ത് 1 മാസം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ അവരത് നോട്ടീസ് ചെയ്തു പോയി ഏത് പർട്ടിക്കുലർ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണെന്ന്. പിന്നെ അവർ ആ ഒരു ഇത് എക്സ്പീരിയൻസിലായിരിക്കും ബാക്കിയുള്ള ആൾക്കാരെയും കാണുന്നത്. അതെ അതെ, ഞാൻ എത്ര പേരെടുത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സിനുണ്ട്, എത്ര പേരെടുത്ത് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യല്, അതൊന്നും നിങ്ങൾ പറയണ്ട, വി നോ വാട്ട് വി ആർ ഡൂയിങ്, ഇത് ഞങ്ങളുടെ റൈറ്റ് ആണ്, ഇങ്ങനെ പറഞ്ഞവരുണ്ട് എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്തേച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ഇതാണ്. പക്ഷെ വാട്ട് ദേ ഡോണ്ട് റിയലൈസ് ഇസ് അത് ദേ ആർ എഫക്റ്റിംഗ് അതേഴ്സ്. അപ്പൊ ഒരു ജോസ് ഒന്ന് ഓർത്ത് വയ്ക്കുക ജോസ്, ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ നഴ്സുമാർ പാവം ഒന്നുമില്ലാതെ ഇവിടെ വന്ന് ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരുടെ പ്രാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഐ ഓൾവേസ് ബിലീവ് ഇൻ ദാറ്റ്. ആ പ്രാക്ക് ചുമ്മാ പോകുന്നുണ്ടോ ഇവരൊക്കെ, മനസ്സിലായോ? ഇവർ ഓർക്കുന്നില്ല, ഇവർ അവരുടെ കാര്യം മാത്രം, വെരി വെരി എക്സ്ട്രീംലി സെൽഫ് സെൻറ്റേർഡ്. അത് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് വരുവാണ്. ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ഇറ്റ്. എല്ലാം ഇങ്ങനെ കാണുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നു, എവിടെ ചെന്നാൽ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്ലയൻറ്റ് ഒരു നഴ്സ് വിളിച്ചിട്ട് ഷി വാസ് ഇൻ ടിയേഴ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഒരു റെസ്റ്റ് ഹോമിൽ അപ്ലൈ ചെയ്ത് അവർ സ്ട്രെയിറ്റ് അവേ റിജക്ഷൻ. പിന്നെ പുള്ളിക്കാരത്തി അവിടെ പോയി കരഞ്ഞ് വിളിച്ച് പറഞ്ഞു ഞാൻ 1 year ഡെഫിനറ്റ് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അവസാനം നഴ്സ് മാനേജറെ ജോലി കൊടുത്തു. നഴ്സ് മാനേജർ ജോലി കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റേ അവരുടെ HR ടീം വന്ന് പറ്റില്ലെന്ന് പറഞ്ഞു. കാര്യം എന്നാ, ഇന്ത്യൻ ഉറപ്പായിട്ട് ചാടിപ്പോവും, ഇവരൊക്കെ ഇപ്പം പറയും ഒന്നും അവർ ചാടിപ്പോവും. ഇപ്പൊ ആ പുള്ളിക്കാരത്തിയുടെ വന്ന അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കേ. ഇന്റർവ്യൂ പാസ്സായിരുന്ന ആളാണ്. ഇന്റർവ്യൂ പാസ്സായി ജോബ് ഓഫർ കൊടുത്തു അവര്, പക്ഷെ HR ജോബ് ടോക്കൺ കൊടുക്കില്ല. ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ കാൻഡിഡേറ്റിന് വന്ന അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കേ. സത്യം അതാണ്. ഇറ്റ്സ് റിയലി എന്നാ പറയുന്ന ഒരു നല്ല ട്രെൻഡേ അല്ല വാട്ട് വി ആർ ക്രിയേറ്റിംഗ്. അവസാനം എന്നാ പറ്റുന്നത് വെച്ചാൽ അറ്റ് വൺ സ്റ്റേജ് ലൈക്ക് അവർ വെളിയിൽ പറയത്തില്ല, അകത്ത് they will decide, right, let us not take any Indians. അവർക്ക് എടുക്കാമല്ലോ. അതെ, അവർക്ക് എടുക്കാമല്ലോ. ഇന്റർണലി they will take a decision, put a ban on the Indians. അതൊന്ന്. രണ്ടാമത്തെ വേറൊരു വലിയൊരു ഇത് ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ പഴയ ക്ലയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മലയാളീസ് ഒരു വാർഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിലാണ് ഫുൾ ടൈം സംസാരിക്കുന്നത്. എന്നിട്ട് കളിയാക്കി ചിരിക്കുക, അത് ഇതല്ല. അപ്പം പേഷ്യൻസ് ആർ ഫീലിംഗ് വെരി അൺകംഫർട്ടബിൾ. പേഷ്യൻസ് ഓർക്കുന്നത് എന്നാ, നീ നമ്മളെയാണ് ഇവർ കളിയാക്കുന്നത്. അതേപോലെ വേറെ ഉള്ള നോൺ ഇന്ത്യൻസിനും ഇത് മനസ്സിലാവുന്നില്ല. ഇവർ ചിലപ്പോൾ വേറെ ഒന്നും തന്നെയായിരിക്കും. ഇന്നലെ നമ്മുടെ വീട്ടിലൊരു സാമ്പാർ ഉണ്ടാക്കി അത് വായി വെക്കാൻ കൊള്ളില്ല എന്ന് പറയും. അത് കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നതായിരിക്കും, മനസ്സിലായോ? അബ്സല്യൂട്ട്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ കേൾക്കുന്ന ആളിന് അവരെന്നെ ഓർക്കുന്നത്. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ജോസ്. ഇത് സി എന്നാ ഒരു സംഭവിച്ചാലും there will be some root causes for it, അല്ലേ? അതാണ് ഈ റൂട്ട്. അത് ഇറ്റ്സ് നോട്ട് വൺ സിംഗിൾ തിങ്, അത് ഒത്തിരി ഉണ്ട്. യെസ്, വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വി ആർ ഗോയിങ് ടു പ്രീ കോവിഡ് ലെവൽസ്, ഒന്നത്. പ്ലസ് നമ്പർ 2, ഇവരെ എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് മോർ പിക്കിയർ ആൻഡ് ചൂസിയർ. ദേ ആർ ലുക്കിംഗ് ഫോർ മോർ സ്റ്റാൻഡേർഡ്സ്. പിന്നെ നമ്മുടെ ബിഹേവിയേഴ്സ്, പിന്നെ ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിഹേവിയർ ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ തിങ്. ഈ കോമ്പിനേഷൻ ഓഫ് ഓൾ ദിസ് തിങ്സ് ഇസ് റിസൾട്ടിങ് ഇൻ ദ കറന്റ് സിറ്റുവേഷൻ. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അതിനകത്ത്.